ഹായ് ഗൈസ്, എല്ലാവർക്കും റിക്കി റോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസ് ആണ് S24 പ്ലസുമായിട്ടുള്ളൊരു ഹോണസ്റ്റ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. അപ്പോൾ 7 ദിവസമായിട്ട് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് വരികയാണ്. ഇന്ന് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു S24 പ്ലസിൻ്റെ ഡീപ്പറായിട്ടുള്ളൊരു വിഷ്വൽസും കാര്യങ്ങളൊന്നുമല്ല, ഹോണസ്റ്റായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾ ഫോണിൻ്റെ വിഷ്വൽസും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ചോളുക. സോ എന്താണ് നമ്മുടെ ഈ ഒരു S24 പ്ലസ്, അതുപോലെ തന്നെ Exynos 2400 എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. സോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫസ്റ്റ് ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെ പറയാം. അത് തന്നെ ഫോൺ ഞാൻ ഒരു കവറൊക്കെ വാങ്ങിച്ചിട്ട് കേട്ടോ, ഒരു പിങ്ക് കവർ, നമ്മുടെ കളറിന് മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു കവറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 350 രൂപ കൊടുത്തപ്പോഴത്തേക്കും ലോക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. സോ ഫോൺ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായാലും കവർ ഇട്ടുകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഗ്ലാസ്സാണ്, മറ്റേ ജെറി റിക്സ് ഒക്കെ പറയുന്ന പോലെ വീണ് കഴിഞ്ഞാൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സോ ഇപ്രാവശ്യത്തെ ഡിസൈൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്, ഒരു ബോക്സി ഡിസൈനാണ്. സോ ഇതിൻ്റെ മുൻവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് തോന്നും. കാര്യം ബെസൽസ് കാര്യമായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ബെസൽസ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കളറും കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ്. പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആരും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ളൊരു കളറാണ്. കൊബാൾട്ട് പർപ്പിൾ എന്നാണ് ഈ കളറിൻ്റെ പേര്. ഇന്ന് നമ്മൾ ഈ ഒരു ഫോണിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റാണ്. കാര്യം ഈ ഒരു ഫോൺ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഫോണിലേക്ക് എക്സിനോസ് വരുന്നുള്ള വാർത്ത കിട്ടുകയും ഞാൻ അതിനെ പറ്റിയിട്ട് ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സിനോസിനെ പറ്റിയിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു ധാരണ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു ധാരണയാണ്. കാര്യം പെർഫോമൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കോൾകോം ചിപ്സെറ്റുമായിട്ട് കുറവാണ് ഈ ഒരു എക്സിനോസ് ചിപ്സെറ്റിന് വരുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള എക്സിനോസ് ചിപ്സെറ്റുകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ് ഈ ഒരു Exynos 2400 എന്ന് പറയാം. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചിപ്സെറ്റുകളെല്ലാം അങ്ങനെയായിരിക്കും. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എക്സിനോസ് ചിപ്സെറ്റിൽ നിന്ന് ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യമായിട്ട് തന്നെ വരുമല്ലോ. കാര്യം നമ്മളിപ്പോൾ ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്തൊരു എക്സിനോസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ പുവർ ആയിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയാണ് ഈ ഒരു ഫോണിന് ഞാൻ അപ്രോച്ച് ചെയ്തത്. പക്ഷേ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് Exynos 2400 ഇതിലിരിക്കുന്നത് അത്യാവശ്യം തരക്കേടുള്ള നല്ല പെർഫോമൻസ് ഉള്ളത് തന്നെയാണ്. അതാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സത്യം കൂടെ പറയാം, സ്നാപ്ഡ്രാഗൺ Gen 3യുടെ പെർഫോമൻസ് ഈ ഒരു Exynos 2400 ഇല്ല. ഇത് മറ്റത് 8 കോർ പ്രോസറും അതുപോലെ തന്നെ ഇത് 10 കോർ പ്രോസറായിട്ട് കൂടിയും അതിൻ്റെ പെർഫോമൻസിനോട് കിടപിടിക്കാൻ ഈ ഒരു ഫോണിന് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അതേസമയം തന്നെ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ S23 അൾട്രയിൽ വന്നിട്ടുള്ള സ്നാപ്ഡ്രാഗൺ Gen 2 പ്രോസറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് ബൂസ്റ്റിന് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ S23 അൾട്രയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു S24 നോർമൽ സീരീസുകളിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മറ്റൊരു സത്യമാണ്. ഞാൻ ഈ ഒരു ഫോൺ ബെഞ്ച് മാർക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഗീക്ക് ബെഞ്ച് 6ഉമായിട്ടാണ്. അതിനകത്ത് തന്നെ നമുക്ക് കമ്പയറബിൾ ആയിട്ടുള്ള വ്യൂസ് മറ്റേ ഫോണുകളുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്കൊരു നിഗമനത്തിലെത്താൻ പറ്റും ഇതിൻ്റെ പെർഫോമൻസ് ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ GPU ടെസ്റ്റ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇപ്രാവശ്യത്തെ GPUവിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് 2400 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ GPU പെർഫോമൻസിനാണെന്ന് തോന്നുന്നു ആ ഒരു എക്സ്ട്രാ 2 കോഴ്സ് വരുന്നത്. ആ ഒരു പെർഫോമൻസ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു FPS ബൂസ്റ്റ് ഈ ഒരു ഫോണിന് നൽകാൻ സാധിക്കുന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ S23 അൾട്രയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് ഏകദേശം 8000 സംതിങ് സ്കോറാണ് നമ്മുടെ നിലവിൽ S23 അൾട്രയ്ക്കുള്ളത്. അതേസമയം നമ്മൾ ഈ ഒരു S24 പ്ലസിലേക്ക് അല്ലെങ്കിൽ S24ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 16000 സംതിങ് നിങ്ങൾക്ക് സ്കോർ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ പലരും എടുത്തു പറയുന്നൊരു കാര്യമാണ് എക്സിനോസ് വാങ്ങിക്കുന്ന സമയത്ത് ഭയങ്കരപ്പെട്ട പെർഫോമൻസ് ആയിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ എക്സിനോസിന് മോശമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാവുമെന്നുള്ളത്. ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ എക്സിനോസിന് ചിലപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ സ്റ്റിൽ എക്സിനോസിൻ്റെ ചിപ്സെറ്റ് ഉപയോഗിക്കുന്ന മറ്റ് സാംസങ് യൂസേഴ്സ് സ്റ്റിൽ പറയുന്നുണ്ട് അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നതിന് കാര്യമായിട്ടുള്ള പ്രശ്നമില്ല, സ്റ്റിൽ ഫാസ്റ്റ് ആണെന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിൽ വരുന്നുണ്ട്. സ്റ്റിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ S24 അൾട്രയ്ക്ക് ആ ഒരു പ്രോസസ്സർ കൊടുത്തിട്ട് ഇതിന് എക്സിനോസ് കൊടുത്തതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടുള്ളത്. പേഴ്സണലി എനിക്കും അങ്ങനെ ഫീൽ ചെയ്തു. എന്നിരുന്നാലും അതൊരു അൾട്രാ മോഡലാണ്. അതിനെന്തെങ്കിലും തരത്തിലുള്ള ഇപ്രാവശ്യത്തെ സാംസങ്ങിൻ്റെ ഫോണുകൾ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാം കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത്.
അപ്പോൾ S24 അൾട്ര വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കൊടുക്കുന്ന കാശിന് എക്സ്ട്രാ കൊടുക്കുന്ന ആ ഒരു കാശിന് എന്തെങ്കിലും സംഭവം വ്യത്യാസമായിട്ട് വരാൻ കരുതിയിട്ടായിരിക്കണം മേ ബി അതിനകത്ത് Gen 3 ഉൾപ്പെടുത്തിയതും ഇതിനകത്ത് ഈ ഒരു 2400 ഉൾപ്പെടുത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു 2400 നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ അടുത്ത് കടകളിലൊക്കെ പോയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും പറയുന്നത്ര മോശമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റിനെ പറ്റിയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. കാര്യം പലർക്കും ഈ ഒരു എക്സിനോസ് എന്നുള്ളൊരു ഒറ്റ കാരണത്താൽ എടുക്കാതിരിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. സ്റ്റിൽ ഞാൻ 7 ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഫുള്ളായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പലരും പറയുന്നത് പോലെ കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പെർഫോമൻസ് പോകും എന്ന് പറയാൻ പറ്റുന്ന അത്ര രീതിയിൽ ഞാൻ അത്രയും കാലത്തോളം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവം പറയാൻ പറ്റില്ല. സോ കഴിഞ്ഞ 7 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നതിൽ എനിക്കും ഇന്നേ വരെ പല ആപ്സും ട്രൈ ചെയ്തു, പലതരത്തിലുള്ള ഗ്രാഫിക്സ് തരത്തിലുള്ള ഗെയിമുകൾ ഉപയോഗിച്ചു. എനിക്ക് അത്തരത്തിലൊന്നും ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ മറ്റ് ആസ്പെക്ട്സ് ഒന്നും ഞാൻ ഇപ്രാവശ്യം കാര്യമായിട്ട് കവർ ചെയ്യുന്നില്ല. ഈ ഒരു എക്സിനോസ് ചിപ്സെറ്റിനെ പറ്റിയിട്ടാണ് കൂടുതൽ ആളുകൾക്കും എങ്ങനെയാണ് എന്ന് അറിയേണ്ടതുള്ളതുകൊണ്ട്. അപ്പോൾ ബാറ്ററി എന്ന് പറയുന്നത് ഒരു 1 ഡേ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. എൻ്റെ യൂസിലിപ്പോൾ ഞാൻ 2 ഡിവൈസും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ, മൾട്ടിപ്പിൾ 2 ഡിവൈസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് 1.5 ഡേ ഒക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിലും വലിയ പ്രശ്നമില്ല. എനിക്ക് ഇപ്രാവശ്യത്തെ ഫോണിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ. S24 അൾട്രയിൽ വരുന്ന അതേ ഡിസ്പ്ലേ തന്നെ S24 പ്ലസ്സിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനിൻ്റെ ഫാനാണ്, ബോക്സി ഡിസൈൻ ആയിട്ടുള്ളൊരു ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അക്കാര്യത്തിലും ഈ ഒരു ഫോൺ ഓക്കെ ആയിട്ട് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എക്സിനോസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എക്സിനോസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. സോ ദിസ് ഈസ് S24 പ്ലസ്.